നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കാര്യമാണ്. ഫോറിനിലോട്ട് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി അവരുടെ വീഡിയോ ആണ്. സോ ഒരു ടോപ്പ് 3 ഫോറിൻ കൺട്രീസും അതിലെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ജോയിൻ കൂടെ ചെയ്തേക്കുക. കാരണം ഒത്തിരി ജോബ് റിലേറ്റഡ് അതിൻ്റെ വേക്കൻസീസും കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഒരു 3 കൺട്രീസാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ ജസ്റ്റ് നമ്മുടെ ജർമ്മനിയാണ് പറയുന്നത്. ജർമ്മനിയിൽ പോകുന്ന ഒത്തിരി പേര് ഉണ്ട്. അപ്പോൾ ഈ ജർമ്മനി പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം അവിടെ നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് നേഴ്സുമാരാണ് അവിടെ കൂടുതലും മെഡിക്കൽ ഫീൽഡ് ഉള്ളവരാണ് നമുക്ക് അതിനകത്ത് കൂടുതലും പോകുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിച്ച് അവിടെ ജോലി എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും കൂടുതൽ ഒരു പ്രയോറിറ്റി കിട്ടുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ ഇന്ത്യയിലൊക്കെ വരുവാണെങ്കിൽ ഒരു പ്രയോജനം ഉള്ളിടത്തുണ്ട്, പക്ഷേ ഇല്ലാത്ത കുറേ ഏരിയാസ് ഉണ്ട്. കൂടുതലും അങ്ങനത്തെ ജർമ്മൻ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എടുക്കാത്ത ഒത്തിരി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല ജർമ്മനി ആ ഒരു ഇതിനകത്ത്. പിന്നെ വിസയുടെ കാര്യം അവർക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ട ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. അവർക്കൊരു 4 എക്സാംസ് ഉണ്ട്. ആ എക്സാംസ് എല്ലാം ക്ലിയർ ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിസയുടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അക്കോമഡേഷനും കാര്യങ്ങളും പാർട്ട് ടൈം ജോബൊക്കെ നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അവരെന്നെ അതിനുള്ള സമ്പ്രദായമൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ജർമ്മനി പോയുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. ഒരു കോമൺ ഡിസഡ്വാൻറ്റേജ് എന്താണെങ്കിലും ഞാൻ ഒരുമിച്ച് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം കണ്ടിന്യൂ ചെയ്ത് പോവാം. സ്കിപ്പ് ചെയ്ത് കാണാൻ പോകാൻ നിൽക്കുന്നവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ UK ആണ്. ഓക്കെ, UK മെയിനായിട്ട് മാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കാലാവധി കുറവായിരിക്കും. കാരണം 1 വർഷത്തിനുള്ളിലേക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് UK ഉള്ളത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യം ഒത്തിരി രീതിയിലുള്ള സ്കോളർഷിപ്പ് അവർ ആ ഒരു കൺട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻസ് ആണെങ്കിലും അവർക്കുള്ള ആൾക്കാർക്കാണെങ്കിലും സ്കോളർഷിപ്പിൻ്റെ കാര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്കോളർഷിപ്പ് പെട്ടെന്ന് കിട്ടാനൊക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ വിസയുടെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വിസ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ടോപ്പ് എഡ്യൂക്കേഷനും അതിനനുസരിച്ചുള്ള അക്കാദമിക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് UK അവൈലബിൾ ആയിട്ടുള്ളത്. സോ UK പോയി അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ UK പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ ടോപ്പ് 1 എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒരു 3 മാത്രമേ ഇതിനകത്ത് നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് അങ്ങനെ പറയുന്നില്ല. ജസ്റ്റ് ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം ഇനിയുള്ളത് നമ്മുടെ കാനഡയാണ്. കാനഡയിൽ പോയാൽ ഒത്തിരി രീതിക്കുള്ള പാർട്ട് ടൈം ജോബ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അവിടുത്തെ സർട്ടിഫിക്കറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ടാക്സ് എമൗണ്ട് എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൈസ കുറച്ചൊക്കെ അവിടെ നമ്മൾ ഇപ്പം എല്ലായിടത്തും അങ്ങനെ ഉണ്ട്, പക്ഷേ കാനഡയിൽ ഇച്ചിരി പെർസെൻറ്റേജ് കൂടുതലാണ്. പിന്നെ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ടോപ്പ് എഡ്യൂക്കേഷനാണ്, ടോപ്പ് അക്കാദമിക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് റെസിഡൻസി പെട്ടെന്ന് കിട്ടാൻ അവരെ എളുപ്പമാണ്. ഇവിടെ നോർമലുള്ള കൺട്രിയെക്കാട്ടിയും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പത്തിന് നമുക്കിവിടെ പെർമനൻറ്റ് റെസിഡൻസി ആയിട്ട് നമുക്ക് അവിടെ വിസ ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ്സൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. അത്യാവശ്യം നമുക്ക് അവിടെ കഴിഞ്ഞ് പോകേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഈ ഒരു കാനഡയിൽ പോയാൽ നമുക്ക് അവിടുത്തെ പാർട്ട് ടൈം ജോബിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടാക്സ് എമൗണ്ടിൻ്റെ കാര്യമാണ്. കുറച്ച് പൈസ നമുക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. അത്ര പെർസെൻറ്റേജ് നമുക്ക് അവിടെ കൊടുക്കേണ്ട ഒരു രീതി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന അവിടുത്തെ കൾച്ചറുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം അവിടുത്തെ ലാംഗ്വേജ് വേറെ ആയിരിക്കും. അവിടുത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ നമുക്ക് പോകേണ്ടത്. ഓക്കെ, അതുപോലെ പല ടൈം സോണിൽ നമ്മൾ ഫാമിലി ഉള്ളൊരു ഗ്യാപ്പ് അവിടെ ഫീലാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ വിസയ്ക്കകത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. വിസയ്ക്കകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഫോളോ ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ പറ്റത്തില്ല, ഈ ഒരു കാര്യങ്ങളൊന്നും ആ ഒരു രീതിക്ക് നടക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യങ്ങളൊക്കെ വിസ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ചിലവാണ്, നമ്മുടെ എക്സ്പെൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹൈ എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ എവിടെ പോയാലും വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരാൾക്കുള്ള പ്രശ്നം. നമ്മൾ ഫോറിൻ പോയി പഠിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് അവിടുത്തെ നമുക്ക് പാർട്ട് ടൈം ജോലി കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ഈ പാർട്ട് ടൈം ജോലിയുടെയൊക്കെ നമ്മുടെ സേവിങ്സൊക്കെ അവിടുത്തെ എക്സ്പെൻസിന് വേണ്ടിയും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അത്ര സേവിങ്സ് ഒന്നും ഒരുപാട് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കവിടെ ഉണ്ടാവാറുണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഓക്കെ, പക്കയായിട്ട് പൊക്കോളും. ഇപ്പോൾ മെയിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഒരു പ്രശ്നമാണ് എക്സ്പെൻസിൻ്റെ കാര്യം. അവിടെ ഭയങ്കര ഒരു സാധനമൊക്കെ മേടിക്കാനാണ് തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. സോ ഇത്രയാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസും നമ്മുടെ 3 കൺട്രീസിൻ്റെ കാര്യങ്ങളൊക്കെ. സോ വീടിൻ്റെ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാണ്. കുറേയൊക്കെ മിക്കതും ശരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അറിയിക്കുക. സോ വീഡിയോ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതോടെ വീഡിയോസിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ
ബൈ ഗൈസ്.